പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആപ്പിൾ സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോയി നോക്കാം. തേർഡ് അലോട്ട്മെൻറ്റ് ഈ വരുന്ന 9-ാം തീയതി പബ്ലിഷ് ചെയ്യും. 9-ാം തീയതി എന്ന് പറയുമ്പോൾ നാളെ അല്ല, മറ്റന്നാൾ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. കഴിഞ്ഞ അലോട്ട്മെൻറ്റ് പോലെ തന്നെ രണ്ട് രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ട്. ഒന്ന്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഹയർ ഓപ്ഷൻ നിലനിർത്തി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ആ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ആ കോളേജിൽ പോയിട്ടായിരിക്കേണ്ട പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ ആളുകൾ, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആളുകൾ നിർബന്ധമായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അവർക്ക് പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അവർക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കും. ഒന്ന്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക, വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക, വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 16, 18 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ. ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങളുമായി പറയാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തേക്ക് കാത്തിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനാൽ വീണ്ടും പറയുകയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.